ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ദുബായിലെ മോണോറയിലും ട്രാമിലൊക്കെ കയറണം, അറ്റ്ലാന്റിസിൽ പോകണം, ദുബായ് കാണണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലത് മെട്രോ വഴി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കാറ് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മെട്രോയിൽ ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിലേക്ക്, നമ്മുടെ റെഡ് ലൈനിൽ 36 മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അങ്ങനെ ശോഭ റിയാലിറ്റിയിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ അവിടെയാണ് നമുക്ക് ട്രാം കണക്ട് ചെയ്യുന്ന സ്റ്റേഷനുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് അൽസഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ്റെ പേര് കാണാം നമുക്ക്. അതിൻ്റെ നേരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാമിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോ കാർഡിന് ഉപയോഗിക്കുന്ന സെയിം നോട്ട് കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ട്രാമിലും യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെട്രോ ഇറങ്ങി ഇങ്ങനെ നേരെ നമുക്ക് ട്രാം എന്ന് എഴുതിയ ദിശയിൽ നടക്കുവാണെങ്കിൽ ഈ അൽസഫ എന്ന് പറയുന്ന ഒരു ഏരോ മാർക്ക് ഡൗൺ കാണാം. ആ സ്റ്റെയർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ എത്തുന്നത് ട്രാമിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നിന്നപ്പോൾ തന്നെ ഒരു ട്രാം വന്നു, അതിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കയറുന്നത് 05 മെട്രോ സ്റ്റേഷൻ ദുബായ് മെറീനയിൽ നിന്നാണ്. അന്ന് നമ്മൾ പോകുന്നത് 09 പാം ജുമൈറ എന്ന് പറയുന്ന സ്റ്റേഷനിലോട്ടാണ് കേട്ടോ. അവിടെ നിന്നാണ് നമുക്കിനി മോണോറെയിൽ കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ദേ അങ്ങ് ദൂരെ നിന്ന് നമ്മളുടെ ട്രാം വരുന്നുണ്ട്. നമ്മളുടെ ഇന്ത്യയിലൊക്കെ ട്രാം ഇതിനേക്കാളും ഒരുപാട് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ട്രാമിൽ കയറിയത് ദുബായിൽ വന്ന സമയത്ത് DHAയുടെ എക്സാം എഴുതാൻ പോയതാണ്. നഴ്സിംഗ് എക്സാം എഴുതാനായിട്ട് നമ്മൾ ടാക്സിക്കാണ് പോയത്. തിരിച്ച് വരുമ്പോൾ നമ്മൾ ട്രാമും മെട്രോയൊക്കെ കയറിയിട്ടാണ് വന്നത്. അന്നൊക്കെ നമ്മൾ ദുബായിൽ വന്നിട്ടേ ഉള്ളൂ, നമുക്ക് കാറും വണ്ടിയൊന്നുമില്ല. അപ്പോൾ അന്ന് അങ്ങനെയാണ് ഈ ട്രാമിൽ പോയതായിട്ടുള്ള ഓർമ്മ. അതൊരു ഡിസംബർ മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ക്ലൈമറ്റും കാലാവസ്ഥയും ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ട്രാം ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതൊരു എന്താ പറയുക, നല്ല രസമാണ്. കാരണം ആളുകൾ വെയിറ്റ് ചെയ്യുന്നു, നമ്മളുടെ സൈഡിൽ കൂടെ തന്നെ കാറുകളും വണ്ടികളും പോകുന്നു, നമ്മളും ഒരു വശത്തൂടെ പോകുന്നു. പിന്നെ ഈ ട്രാമിൻ്റെ മണിയടിയാണ് ഇങ്ങനെ നീ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നാട്ടിലേക്ക് ഈ പഞ്ഞിമിഠായിയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഉന്തുവണ്ടിയിൽ പഞ്ഞിമിഠായിയൊക്കെ കൊണ്ടുവരുമ്പോൾ മണിയടിക്കുന്ന ഒരു മണിയടിയില്ലേ, അതേ മണിയടി ശബ്ദമാണ് ഈ ട്രാമിനുള്ളത് കേട്ടോ. ട്രാമും നിയന്ത്രിക്കാൻ ആളുണ്ട്. അവർ ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ അങ്ങടേക്കും ഇങ്ങടേക്കും മാറിക്കയറുന്നു, നമ്മുടെ കൊച്ചിയിലെ മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെ തന്നെ. അപ്പോൾ 2 ലൈനാണ് ട്രാമിന് എപ്പോഴും ഉള്ളത്. ഒന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് അതേ സമയം തന്നെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാനായിട്ട് 2 ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതേ കണ്ടോ, അപ്പുറത്തെ ലൈനിൽ കൂടെ അങ്ങോട്ടേക്കുള്ള ട്രാം പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ മെട്രോ ഇറങ്ങിയിട്ട് ട്രാം കയറിയിട്ട് ജോലിക്ക് പോകുന്നവരും ജോലി കഴിഞ്ഞ് വരുന്നവരെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒത്തിരി ചെയ്ത് ഡെയിലി ജോലിക്ക് പോകുന്ന ഈ ആളുകളൊക്കെ ചിലപ്പോൾ താമസിക്കുന്നത് ദുബായിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ ദുബായിൽ നമ്മളുടെ ഈ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന ഒരു ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇന്ത്യൻസും ശ്രീലങ്കൻസും ഫിലിപ്പീൻസും അങ്ങനെയുള്ള പല നാട്ടുകാരെയും കൂടുതൽ കാണുന്നത് നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന ഒരു ഏരിയയിലാണ്. ഇപ്പോൾ ഈ ട്രാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ദുബായ് മെറീന എന്നൊക്കെ പറയുമ്പോൾ അതൊരു യൂറോപ്യൻ രാജ്യക്കാരുടെ, നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ എത്തിയതുപോലെ തോന്നും. മുഴുവൻ ഇംഗ്ലീഷുകാരെയാണ് നമുക്കവിടെ കാണുന്നത്. നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ അവിടെ ജോലിക്ക് പോയി വരുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ ട്രാമിനും നമുക്ക് കയറുമ്പോഴും എക്സിറ്റ് ആകുമ്പോഴും നമുക്ക് പഞ്ച് ചെയ്യണം, നമ്മൾ സെയിം നോട്ട് കാർഡ് തന്നെ. അപ്പോൾ നമ്മളങ്ങനെ 09 എന്ന് പറയുന്ന സ്റ്റേഷൻ, അതായത് പാം ജുമൈറ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മളിനി മോണോറയിലോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മോണോറെയിൽ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ഇത്തിരി അധികം ദൂരം തന്നെ അവിടെ ഇറങ്ങിയിട്ട് ആ ഒരു ഫുട് ബ്രിഡ്ജിൽ കൂടെ ഇത്തിരി അധികം ദൂരം തന്നെ നടക്കാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ സ്റ്റേഷനിൽ വന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ മോണോറെയിൽ എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4 സ്റ്റേഷനാണ് ആകെപ്പാടെ ഉള്ളത്. നമ്മൾ കയറുന്ന സ്റ്റേഷൻ തൊട്ട് അറ്റ്ലാന്റിസ് വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ. ഓരോ സ്റ്റേഷനിലും ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ 35 ദിറംസിൻ്റെ ടിക്കറ്റ് എടുക്കണം. ഇല്ല, നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി നേരെ അറ്റ്ലാന്റിസിൽ പോയി ഇറങ്ങുന്നു. അറ്റ്ലാന്റിസിൽ നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് 30 ദിറംസിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒറ്റ ടിക്കറ്റിൽ തന്നെ നമുക്ക് അങ്ങടേക്കും ഇങ്ങടേക്കും യാത്ര ചെയ്യാം. അപ്പോൾ ഒരാൾക്കാണ് 30 ദിറംസ്. ഫാമിലിയായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 120 അല്ല 99 ദിറംസ്, ഒരു 21 ദിറംസിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ മോണോറെയിലിൻ്റെ സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ അങ്ങടേക്ക് പോകുന്ന ഒരു മോണോറെയിൽ വന്നു. ഇവിടെയും 2 റെയിൽ തന്നെയാണ് കേട്ടോ, അങ്ങടേക്കും ഇങ്ങടേക്കും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം ഒരു ഭീമാകാരമായ വലുപ്പമാണ് കേട്ടോ. അതിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. മോണോറെയിൽ എന്ന് പറയുമ്പോൾ ഇത് ഒറ്റൊരു റെയിൽ പോലെയാണ്. നമുക്ക് റെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല, നമുക്കൊരു ബ്രിഡ്ജ്, ഒരു സിംഗിൾ ലൈൻ ബ്രിഡ്ജ് പോലെ ഫീൽ ചെയ്യുന്നത്. അതിനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ടാണ് ആ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതേ നമുക്ക് പോകാനുള്ള മോണോറെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരാളെയൊന്നും നമ്മളതിൽ കണ്ടില്ല കേട്ടോ. ഈ അറ്റത്തും ആ അറ്റത്തും അങ്ങനെ ഒരാളെ കണ്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ മെട്രോ പോലെ തന്നെ ആയിരിക്കാം അത്. എന്തായാലും ഇങ്ങനെയുള്ള ഇതിൽ കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പോകുന്ന വഴിയൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും, ആ ബിൽഡിങ്ങുകളും ആ ഒരു സ്ഥലമൊക്കെ. നമ്മൾ ദുബായിൽ വന്നിട്ട് ഈ ഒരു ഏരിയയിലോട്ട് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. മോണോറെയിൽ ഞാൻ കാണുന്നതും ഞാൻ കയറുന്നതും ഇതെല്ലാം ഇന്ന് ആദ്യമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ 2 ലൈനുണ്ട്, അതുപോലെ 4 സ്റ്റേഷനുകളാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ വരുന്നത് ഈ കാണുന്നത് ഒരു സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങടേക്ക് വളയുന്നു. അപ്പം തന്നെ ഞങ്ങൾ കണ്ടു അവിടെ നിന്നുള്ള ഒരു ട്രെയിനും ഇങ്ങനെ പാസ് ചെയ്ത് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ ഒരു മോണോറെയിലിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാം ജുമൈറയുടെ ഭംഗിയാണ് കേട്ടോ കൂടുതൽ കാണുന്നത്. അപ്പോൾ പാം ജുമൈറ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇത്ര ഹൈറ്റിൽ ഇരിക്കുമ്പോഴൊന്നും നമുക്ക് പാം ജുമൈറയുടെ ഭംഗി കാണാൻ പറ്റില്ല. നമ്മളുടെ ചാനലിൽ തന്നെ നാട്ടിൽ പോകുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് നാട്ടിലോട്ട് പോകുന്ന ഒരു വിമാനയാത്രയുടെ ഒരു ആകാശ കാഴ്ചകൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഈ പാം ജുമൈറ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അത്ര ഹൈറ്റിൽ നിന്നാണ് നമുക്കത് ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഈ പാം ജുമൈറ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഐലൻഡാണ് പാം ജുമൈറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള ഹോട്ടൽസും അപ്പാർട്ട്മെൻറ്റ്സും എല്ലാം അതിലുണ്ട് കേട്ടോ. അതൊരു പാം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പാം ട്രീയുടെ ആ ഒരു പനയുടെ ഷേപ്പിൽ ആ ഒരു ഓരോ ഇലകളും നിൽക്കുന്ന ആ ഒരു ഷേപ്പിലാണ് ഇത് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓരോ ലൈനുകളായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണുകയും നമുക്ക് ഇത്തിരിയും കൂടെ ഹൈറ്റിൽ നിന്ന് കാണുമ്പോഴാണത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഐലൻഡാണ് പാം ജുമൈറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫുൾ ഓഫ് വീടുകളും റെസിഡൻസും 5 സ്റ്റാർ ഹോട്ടൽസും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിലുള്ളത്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ മോണോറെയിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അറ്റ്ലാന്റിസിലേക്കാണ്. ഈ കാണുന്നതാണ് കാണുന്നൊരു താജ്മഹൽ പോലെ കാണുന്ന ആ ഒരു ബിൽഡിങ്ങാണ് അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് വേൾഡിലെ ഫസ്റ്റായിട്ട് ഒരു ഐലൻഡിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഹോട്ടലാണ് ഈ അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. അറ്റ്ലാന്റിസിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള ഷെഫുമാർ ജോലി ചെയ്യുന്ന ഹോട്ടൽസും സ്യൂട്ട് റൂംസും സ്പാ സെൻറ്ററും ഷോപ്പിംഗ് ഫെസിലിറ്റീസും എല്ലാം ഈ അറ്റ്ലാന്റിസിലുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാട്ടർ പാർക്കായിട്ടുള്ള അറ്റ്ലാന്റിസ് അക്വഞ്ചർ എന്ന് പറയുന്ന ആ ഒരു വാട്ടർ പാർക്ക് ഉള്ളതും ഈ അറ്റ്ലാന്റിസിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് ഈ കണ്ട അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേഷനായ അറ്റ്ലാന്റിസിലെത്തി. ടിക്കറ്റൊക്കെ നമ്മൾ സെക്യൂറായിട്ട് വെച്ചു, കാരണം നമുക്ക് തിരിച്ചു പോകാനും ഉപയോഗിക്കേണ്ട ടിക്കറ്റ് ഇത് തന്നെയാണ്. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ആ കണ്ട ഒരു ബിൽഡിങ്ങിനകത്തോട്ട് കയറാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്താ പറയുക, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൊട്ടാരത്തിലോട്ടൊക്കെ കിടക്കുന്ന പോലെയാണ് അതിനകത്തോട്ട് കിടക്കുമ്പോൾ. മനോഹരമായിട്ടുള്ള കുറേ പെയിൻറ്റിങ്സ്, എന്തായാലും എന്തെങ്കിലുമൊക്കെ മീനിങ് ഫുള്ളുള്ള പെയിൻറ്റിങ് ആയിരിക്കും ഇത്, അതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഭംഗിയായിട്ടാണ് അവിടുത്തെ ഓരോ ഷോപ്പുകളാണെങ്കിലും ആ ഒരു ഇൻറ്റീരിയർ വർക്കുകളാണെങ്കിലും എല്ലാം ഇങ്ങനെ ഒരു കൊട്ടാരത്തിലോട്ട് പ്രവേശിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ദുബായിൽ വന്നിട്ട് കോടിക്കണക്കിന് രൂപ ഒറ്റൊരു ദിവസം കൊണ്ട് ചിലവഴിക്കണമെന്ന് പറഞ്ഞാലും അതത്ര വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അതിന് മാത്രമുള്ള ആക്ടിവിറ്റീസും അതിന് മാത്രമുള്ള ഷോപ്പിംഗ് മാളുകളും എല്ലാം ഇവിടെയുണ്ട്. അതിപ്പോൾ ദുബായ് എന്നല്ല, ഏതൊരു നഗരത്തിലായാലും ഉണ്ട്. ഇപ്പോൾ ഇതുപോലൊരു ഷോപ്പിംഗ് സെൻറ്ററിൽ തന്നെ കയറി ഇറങ്ങിയാൽ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതിനോട് ചേർന്ന് കാണുന്ന നമ്മൾ ജുമൈറ ബീച്ചാണ് കാണുന്നത്. വളരെ ശാന്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഭംഗിയുള്ളൊരു വെള്ളമായിട്ടാണ് കേട്ടോ ഈ അറ്റ്ലാന്റിസ് ഈ കാണുന്ന ജുമൈറ ബീച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നത് കണ്ടു. പിന്നെ വെയിൽ അസഹനീയമാണ്. ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൂര്യൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് വെയിലാണ്, അതുപോലെ ടാൻ ആവുകയും ചെയ്യും നമ്മൾ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും മോണോറെയിലിൽ തന്നെ കയറിയിട്ട് നമ്മൾ ദുബായ് മറീനിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമുക്കിനി ടാക്സി വിളിച്ചിട്ടായിരിക്കാം അടുത്ത യാത്ര എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കടന്നു പോരുന്ന വഴി എന്ന് പറയുന്നത് പാം ജുമൈറയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആകാശക്കാഴ്ചകളിൽ നിന്ന് തന്നെ കാണണം കേട്ടോ. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു വട്ടത്തിൽ കാണുന്നില്ല, അതാണ് എയിൻ ദുബായ്. നമ്മളുടെ അടുത്ത യാത്ര അങ്ങോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെട്രോയ്ക്ക് നമ്മുടെ മോണോറെയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ട്രാമിലേക്ക് പോകാൻ നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ ടാക്സി വിളിച്ചിട്ട്
എയിൻ ദുബായ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അങ്ങടേക്ക് മെട്രോയിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശോഭ റിയാലിറ്റി കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റേഷൻ DMCC മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് ടാക്സി വിളിച്ചാലും നേരെ എയിൻ ദുബായിലോട്ട് വരാൻ പറ്റും. നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ പോയത് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ടാക്സി വിളിച്ച് വന്നത്. അങ്ങനെ നമ്മൾ എയിൻ ദുബായിലെത്തി. ഇനി എയിൻ ദുബായിയുടെ പ്രത്യേകതകൾ പറയാം. എയിൻ ദുബായ് എന്ന് പറഞ്ഞാൽ ദുബായ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഐ ഓഫ് ദുബായ് എന്നാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ദുബായിയുടെ 360 വ്യൂ ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരാൾക്ക് 140 ദിറംസാണ് കേട്ടോ അതിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ ടൈമിംഗ് ആണ്. ഒരു 40 to 50 മിനിറ്റ്സ് എടുത്തിട്ടാണ് ഇതിൻ്റെ ഓരോ റൗണ്ടും അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് ടൈമിംഗ് അവർ തരുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടൈമിംഗ് 7 o'clock ആണ്. അപ്പോൾ നമ്മളവിടെ ഒരു 6 o'clock ആയപ്പോഴേ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് അവിടെ ഇങ്ങനെ ചുറ്റിയൊക്കെ കണ്ട് 1 മണിക്കൂർ അങ്ങനെയൊക്കെ കറങ്ങി നടന്ന് 7 o'clock അതിനകത്തോട്ട് കയറാം. ഈ എയിൻ ദുബായിയുടെ പ്രത്യേകത പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ A380 എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു വിമാനം 4 വിമാനങ്ങൾ കൂട്ടി വെച്ചാൽ എത്രയാണ് അതിൻ്റെ വെയിറ്റ്, അതാണ് ആ ഒരു എയിൻ ദുബായിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ വീലാണ് ഈ എയിൻ ദുബായ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ നമ്മുടെ തൃശ്ശൂരൊക്കെ പൂരത്തിൻ്റെ സമയത്ത് എക്സിബിഷനൊക്കെ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ യന്ത്രൂഞ്ഞാലിൽ കയറിയിട്ടുള്ളത്. ചെറുത് അതിൽ തന്നെ കയറി വട്ടം തിരിയുമ്പോൾ നമുക്കൊരുപാട് പേടി തോന്നുമായിരുന്നു അതിങ്ങനെ ഉയരത്തിലോട്ട് പോകുമ്പോൾ. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ റൗണ്ട് അത് പൂർത്തിയാക്കുന്നത് ഏകദേശം 40 to 50 മിനിറ്റ്സ് എടുത്തിട്ടാണ്. അപ്പോൾ അത് അത്രയും വളരെ സ്ലോവിലാണ്, ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ അതുപോലെ വളരെ സ്ലോവിലാണ് അത് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഓരോ ഐ എന്ന് പറയുന്ന ആ ഒരു ക്യാപ്സ്യൂൾസ് കാണുന്നുണ്ടല്ലോ, ഈ വരുന്ന ക്യാപ്സ്യൂൾ, ആ ഒരു ക്യാപ്സ്യൂളിനകത്ത് അവർക്ക് ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ക്യാപ്സ്യൂളിനകത്ത് ഏകദേശം 40ഓളം പേരെയൊക്കെ അവർക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ പിന്നെ അതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ലിവിങ് റൂമിനുള്ള നമ്മൾ കയറിയത് പോലെയാണ്. അപ്പോൾ അത്ര വലിപ്പത്തിനകത്ത് നമ്മളിങ്ങനെ ഒരു ആളായിട്ടിരിക്കുമ്പോൾ, പിന്നെ ഇതിങ്ങനെ വളരെ സ്ലോയിൽ പോകുമ്പോൾ അത് അത്രയും ഉയരത്തിലൂടെയാണ് പോകുന്നതെങ്കിലും ആ ഒരു പേടിയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈനിൽ എടുക്കുക ചെയ്ത് കാണിച്ചതിന് ശേഷം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വരുന്ന ഓരോ ക്യാപ്സ്യൂളും ചലിക്കുന്നുണ്ട്, അവർ നിൽക്കുന്ന ആ ഒരു റാമ്പും ഇങ്ങനെ ചലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ കയറുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട്, കാരണം ഇത് 2 മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒപ്പത്തിനൊപ്പം കയറാൻ പറ്റുമോ എന്നൊരു ടെൻഷനുണ്ട് കേട്ടോ. ആ ഒരു ടെൻഷനും ഇറങ്ങുമ്പോഴും നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവും, അത് മാത്രമേ ഉള്ളൂ. അതിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ അതിനകത്ത് കയറി നമ്മൾ ഇത്ര നേരം നമ്മൾ കണ്ട ദുബായിയുടെ പകൽ വെളിച്ചത്തിൽ കണ്ട ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ അതിനകത്തിരുന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ എയിൻ ദുബായ് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബ്ലൂ വാട്ടർ ആർട്ടിഫിഷ്യൽ ഐലൻഡിലാണ് കേട്ടോ. അതും ഒരു ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DMCC മെട്രോ സ്റ്റേഷൻ നമുക്ക് ടാക്സി വിളിച്ച് പോകാവുന്ന ദൂരേ ഉള്ളതിന്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്യാപ്സ്യൂളിൽ 30 പേരടങ്ങുന്ന ഈ ഒരു ക്യാപ്സ്യൂൾ, അങ്ങനെ 48 ക്യാപ്സ്യൂൾസ് ഉണ്ട് കേട്ടോ മൊത്തം. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഏകദേശം 1400 പേരെ അവർക്ക് ഈ ഒരു വട്ടത്തിൽ അക്കോമഡേറ്റ് ചെയ്ത് ഈ ഒരു വീല് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് സ്പേസാണ് അതിനകത്ത്. വലിയൊരു റൂമിനകത്ത് നമ്മൾ ചെന്ന് പെട്ട പോലെയാണ്. എയർ കണ്ടീഷനാണ്. പിന്നെ അതുപോലെ തന്നെ അവരതിൻ്റെ ഓരോ ഉയരത്തിലെത്തുമ്പോൾ നമ്മൾ എത്ര ഉയരത്തിലെത്തി, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ ഏതാണ് എന്നുള്ള ഇൻഫോർമേഷൻസൊക്കെ അവർ തരുന്നുണ്ട്. നമുക്കങ്ങനെ ഇതങ്ങനെ ഇങ്ങനെ ചലിക്കുന്നുണ്ടെന്നുള്ള ഫീലോ അങ്ങനെ പേടിയോ ഒന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലും നമ്മൾ കാണുന്നത് ഈ അറ്റ്ലാന്റിസും ദുബായിയുടെ ഭംഗികളും പാം ജുമൈറയും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലൂടെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ദുബായിയുടെ ഒരു 360 വ്യൂ ഇതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ 6 to 7 ആണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റ് റേറ്റിന് ഈ 140 ദിറംസ് അല്ല, അതിനേക്കാളും വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 6 o'clock കയറുമ്പോൾ പകൽ വെളിച്ചത്തിലുള്ള ഭംഗിയും കാണാൻ പറ്റും, സൺസെറ്റും കാണാൻ പറ്റും, ആ ഒരു ഇരുട്ടത്തുള്ള ഭംഗിയും 2 വ്യൂവും അവർക്ക് കാണാൻ പറ്റണം. അപ്പോൾ അത് 6 to 7 എന്ന് പറയുന്നത് ഇപ്പോഴും പ്രൈം ടൈമാണ്. നമുക്ക് കിട്ടിയത് 7 o'clock. അപ്പോൾ 7 o'clock തന്നെ അത്യാവശ്യം വെളിച്ചമൊക്കെ മങ്ങി ലൈറ്റുകളൊക്കെ ഇട്ടു ആ ഒരു ഇരുട്ടിൻ്റെ ഭംഗിയിലോട്ട് കടന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇരുട്ടിൻ്റെ ഭംഗി അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് നോക്കിയൊരു വ്യൂ ഉണ്ട് രാത്രിയിൽ, അത് എനിക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. അത്രയും ഭംഗി എനിക്ക് ഇതിൽ നിന്ന് നോക്കിയപ്പോൾ തോന്നിയില്ല കേട്ടോ, സത്യം പറയാമെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു റൗണ്ട് ഇങ്ങനെ പൂർത്തീകരിച്ച് വരുമ്പോൾ താഴെ നമ്മളുടെ ഒരു ഷെയ്ഖിൻ്റെ പടവും
ഇങ്ങനൊരു സംഭവം ഒരു മണലാരണ്യത്തിൽ ഇങ്ങനെ വലിയൊരു മണലാരണ്യത്തിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നമ്മളുടെ ഏകദേശം ഒരു റൗണ്ട് പൂർത്തിയാക്കി ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാണാൻ തൊട്ട് മുന്നുള്ള ഓരോ ക്യാപ്സ്യൂളിലുള്ള ആളുകളും ഇറങ്ങുന്നത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ആ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നമുക്കത് രണ്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ട്രാമും മോണോറെയിലും അറ്റ്ലാന്റിസും മെയിൻ ദുബായ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ടാക്സിയൊക്കെ വിളിച്ച് മെട്രോ കയറി അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇതെല്ലാമായിരുന്നു. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.